ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിക്കാൻ ഇന്ത്യ. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനായി പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചെയ്തുണ്ട്. ആന്റണി, രാജ്യം പൊറുക്കാത്ത മറക്കാത്ത ക്രൂരതയാണ് കണ്ടത്. എപ്പോഴാണ് മന്ത്രിസഭാ യോഗം ചേരുക? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും തിരിച്ചടി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ ആലോചിക്കുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിൽ നയതന്ത്ര ബന്ധത്തിൽ അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഇന്ത്യ ആലോചിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായി ആദ്യം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അത് അടച്ചു പൂട്ടുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇന്ത്യ എത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിലുള്ള പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷനെ അവരെ പുറത്താക്കുക എന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്കും ഇന്ത്യ കടക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഒരു രാജ്യവുമായി പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെയുള്ള നയതന്ത്ര ബന്ധം, സഹകരണം പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്കുള്ള ഒരു കടുത്ത നടപടി മറ്റൊന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു നടപടിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് ഇന്ത്യയുടെ ആലോചന എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും സൈനിക തലത്തിൽ ഈ പാകിസ്ഥാന് ഈ ഭീകരാക്രമണത്തിനുള്ള തിരിച്ചടി നൽകുന്ന കാര്യത്തിലേക്കടക്കം പോവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സൈന്യത്തോട് ഒരുങ്ങിയിരിക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കര, വ്യോമ, നാവിക സേനകൾക്ക് അത്തരത്തിൽ ഒരു നിർദ്ദേശം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് നൽകുമ്പോൾ പോലും ആദ്യഘട്ടത്തിൽ ഈ നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്കാണ് ഇന്ത്യ പോകുന്നത്. ഏതാണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കാശ്മീർ പ്രത്യേക പദവിയായ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിനു ശേഷം പാകിസ്ഥാനുമായുള്ള സഹകരണം വളരെ കുറവാണ് ഉള്ളത്. പാകിസ്ഥാന് നിലവിൽ ഇന്ത്യയിലുള്ളത് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ മാത്രമാണ്. അത്തരത്തിൽ നിലവിൽ തന്നെ സഹകരണം കുറവാണ്. ഇത് പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ പോകുന്നത്. ഏതായാലും വൈകിട്ട് 6 മണിക്കാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭയുടെ സമിതി ചേരുന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ആ സമിതി ചേരുക. ഏതായാലും ഇന്നിപ്പോൾ നടന്ന കാര്യങ്ങൾ, ഇതുവരെ ലഭിച്ച വിവരങ്ങളടക്കം കേന്ദ്ര പ്രതിരോധ മന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും ഈ മന്ത്രിസഭാ യോഗത്തിൽ അറിയിക്കും. സ്വാഭാവികമായും ആ കാര്യങ്ങളിൽ ഒരു ചർച്ചയുണ്ടാകും. ഏതായാലും ഇത് പാകിസ്ഥാനിൽ നിന്നാണ് ഈ ആക്രമണം ഉണ്ടായത്, അവരാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ള ഒരു കൃത്യമായ സൂചനകൾ ഏതാണ്ട് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡറായ കസൂരി ആണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. അയാൾ പാകിസ്ഥാനിൽ നിന്നാണ് ഈ ആക്രമണം നിയന്ത്രിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ തന്നെ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ആക്രമണത്തിൽ പങ്കെടുത്ത ആളുകളുടെ വിവരങ്ങളും അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ 3 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 2 പേർ നിലവിൽ പാകിസ്ഥാൻ സ്വദേശികളാണെങ്കിൽ പൗരന്മാരാണെന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ തന്നെ കാശ്മീരിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ 2 പേരും ഈ ആക്രമണത്തിന്റെ ഭാഗമായി ഉണ്ട്. അത്തരത്തിൽ പാകിസ്ഥാന്റെ പങ്ക് കൃത്യമായി തന്നെ ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ നടപടി, അതിനെതിരെ കടുത്ത നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഏതായാലും നേരത്തെയും സമാനമായി ഇന്ത്യ ഇത്തരത്തിൽ നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ചിരുന്നു. അത് 1971 ആദ്യമായി അത്തരത്തിൽ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കുന്നത്. അന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന ഘട്ടത്തിലായിരുന്നു. പിന്നീട് പാർലമെന്റ് അറ്റാക്ക് ഉണ്ടായ സമയത്തും ഇത്തരത്തിൽ ഈ നയതന്ത്ര ബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ ആലോചിക്കുന്നത് ഇസ്ലാമാബാദിലുള്ള ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം അടച്ചുപൂട്ടുന്നതാണ്. മാത്രമല്ല, ഇവിടെയുള്ള പാകിസ്ഥാൻ നയതന്ത്ര കാര്യാലയം അതടക്കം അടച്ചുപൂട്ടുന്നതും ആ ഭൂമി തിരികെ വാങ്ങുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകുക എന്നുള്ള ആലോചനകളും നടക്കുന്നുണ്ട്. ഏതായാലും ഇക്കാര്യങ്ങളിലൊക്കെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് വൈകുന്നേരം 6 മണിക്ക് ചേരുന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് യോഗമാണ്. ആ യോഗത്തിൽ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. തീർച്ചയായിട്ടും ആന്റണി, പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? പ്രതിഷേധമൊക്കെ തുടരുകയാണ്. ജമ്മു കാശ്മീർ എത്ര മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്?
തീർച്ചയായും 26 പേരാണ് മരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഔദ്യോഗികമായുള്ള വിവരങ്ങൾ. ഏതാണ്ട് 26 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ആ മൃതദേഹങ്ങൾ രാവിലെ തന്നെ ശ്രീനഗറിൽ എത്തിച്ചിരുന്നു. ശ്രീനഗറിൽ എത്തിച്ച ആ മൃതദേഹത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം പഹൽഗാം അടക്കം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 17 പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഈ സംഭവത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ജമ്മു കാശ്മീരിൽ വ്യാപകമായുള്ള പ്രതിഷേധമാണ് അരങ്ങേറിയത്. ശ്രീനഗറിലടക്കം മെഹബൂബ മുഫ്തി അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ പ്രതിഷേധം അരങ്ങേറിയത്. അങ്ങനെ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ലോകമൊന്നടങ്കം ഇന്ത്യക്കൊപ്പം ഈ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായുള്ളത്. അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഈ നടപടിയെ, ഈ കൊടും ക്രൂരതയെ അപലപിച്ച രംഗത്ത് വന്നിട്ടുണ്ട്. അത്തരത്തിലൊരു പിന്തുണ കൂടി ഇന്ത്യക്ക് ഈ ഘട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. അതിനിടയിലാണ് ഈ പാകിസ്ഥാന്റെ പങ്ക് മനസ്സിലാകുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈ ആക്രമണം നിയന്ത്രിച്ചത്, ഓപ്പറേഷന് പിന്നിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തിയത് പാകിസ്ഥാനിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നത്. ഏതായാലും ആ കാര്യം പാകിസ്ഥാൻ നിഷേധിക്കുന്നുണ്ട്. നിലവിൽ തങ്ങൾക്ക് പങ്കില്ല എന്നുള്ള കാര്യം പാക് വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു. അങ്ങനെ ആ ആരോപണം അവർ തള്ളുന്നുണ്ട്. അതേസമയം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇത് സംബന്ധിച്ച് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കസൂരി ആണ് ഈ ആക്രമണത്തിൽ പിന്നിൽ പ്രവർത്തിച്ചത്. അതിന്റെ സൂത്രധാരൻ, ഈ ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് ഈ ലഷ്കർ ഇ തോയിബ തന്നെയാണ്. അവരുടെ സംഘടനയായ റെസിസ്റ്റന്റ് ഫ്രണ്ട് ആണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് വ്യക്തത വന്നു കഴിഞ്ഞു. ഏതായാലും സൈന്യത്തോടക്കം ഒരുങ്ങിയിരിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചിരുന്നു. അവർ ഈ കാര്യങ്ങളടക്കം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥിതിഗതികളടക്കം അവർ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിർത്തിയിലടക്കം കനത്ത സുരക്ഷയാണ് അല്ലെങ്കിൽ കനത്ത ജാഗ്രതയാണ് നിലവിലുള്ളത്. ഏത് സാഹചര്യത്തെ നേരിടാനും ഒരുങ്ങിയിരിക്കാനാണ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മറ്റൊന്നുള്ളത്, പുറത്തേക്ക് വരുന്ന ചില വിവരങ്ങൾ പ്രകാരം ഈ പാകിസ്ഥാനും ചില മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി ഈ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ചില മുൻകരുതലുകൾ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഇന്ത്യ ഏത് തരത്തിലായിരിക്കും ഈ ക്രൂരതയോട് 26 നിരപരാധികളുടെ ജീവനാണ് ഇന്നലെ പൽഗാമിന്റെ താഴ്വരയിൽ പൊലിഞ്ഞത്. ഈ ഭീകരരുടെ തോക്കിൻ മുനകളിൽ നിന്ന് പൊലിഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത, ക്ഷമിക്കാൻ കഴിയാത്ത ഒരു തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഏത് തരത്തിലായിരിക്കും അതിനോട് പ്രതികരിക്കുക എന്നുള്ളത് ഇന്ന് വൈകുന്നേരം നടക്കുന്ന യോഗത്തിന് ശേഷം അറിയാൻ കഴിയും. ഏതാണ്ട് ഇന്നലെ പ്രധാനമന്ത്രി സൗദിയിലേക്ക് പോയതായിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി അത് റദ്ദാക്കിയാണ് മടങ്ങിയെത്തിയത്. ഇന്ന് രാവിലെ അദ്ദേഹം ഡൽഹിയിലെത്തി. ഉടനെ തന്നെ ആ വിമാനത്താവളത്തിൽ, പാലം സൈനിക വിമാനത്താവളത്തിലേക്കാണ് പ്രധാനമന്ത്രി എത്തിയത്. അവിടെ വെച്ച് തന്നെ അടിയന്തര യോഗം ചേർന്നു. ആ യോഗത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി ഉണ്ടായിരുന്നു, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അവിടെ ഈ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി വിലയിരുത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണിപ്പോൾ ഇന്ന് തന്നെ ഈ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭയുടെ സമിതി യോഗം വിളിച്ചിരിക്കുന്നത്. ഏതായാലും ആദ്യം ഈ നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങാനാണ് ഇന്ത്യ ഇപ്പോൾ ആലോചിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ആന്റണി.